ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. പേരകം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനെ ചൊല്ലി CPM-ൽ കടുത്ത വിഭാഗീയത. ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനലിനെതിരെ 2 പേരെ റിബലായി നിർത്തി ലോക്കൽ കമ്മിറ്റി അംഗം. ലയിച്ചിട്ടും ലയിക്കാത്ത CMP നേതാക്കൾ CPM-ന് ബാധ്യതയായി. പേരകം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി ഔദ്യോഗിക പാനലിനെതിരെ CPM-ന്റെ പൂക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ 2 പേരെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നത്. ബാങ്കിലെ വിരമിച്ച ജീവനക്കാരൻ ജോണി ചെമ്മണ്ണൂർ, മറ്റൊരു സ്ഥാനാർത്ഥി പീറ്റർ എന്നിവരാണ് ഔദ്യോഗിക പാനലിൽ ഇല്ലാത്ത സ്ഥാനാർത്ഥികൾ. പേരകം പൗരസമിതിയുടെ പേരിലാണ് ഇവർ മത്സരിക്കുന്നത്. ഇവരുടെ നാമനിർദ്ദേശ അപേക്ഷയിൽ ഒപ്പിട്ടിരിക്കുന്നത് CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ്. നേരത്തെ CMP കണ്ണൻ വിഭാഗം CPM-ൽ ലയിച്ചപ്പോഴാണ് ഇദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമായത്. ബാങ്കിലെ മുൻ ജീവനക്കാരൻ കൂടിയായ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നിലപാട് പാർട്ടിക്ക് തന്നെ വലിയ ബാധ്യതയായി മാറിക്കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചപ്പോഴും ഇദ്ദേഹം പിന്തുണച്ചവർ അപേക്ഷ പിൻവലിച്ചില്ല. ഇതോടെ LDF ഭരിക്കുന്ന ബാങ്കിൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവരികയായിരുന്നു. CPM-ന് 8, CPI-ക്ക് 2, ജനതാദളിന് 1 എന്നിങ്ങനെയാണ് LDF-ലെ ഔദ്യോഗിക പാനൽ നില. ഇതിൽ CPI-യുടെ ഒരു സ്ഥാനാർത്ഥി ഉൾപ്പെടെ പട്ടികജാതി വിഭാഗം, നിക്ഷേപക വിഭാഗം, വനിതാ യുവജന വിഭാഗങ്ങൾ എന്നീ 6 സംവരണ സീറ്റുകളിൽ LDF-ന്റെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു. ബാക്കി വരുന്ന 5 ജനറൽ സീറ്റുകളിലേക്കാണ് മത്സരം. വ്യാപാരി സംഘടനാ നേതാവ് ജോഫി കുര്യൻ ഉൾപ്പെടെയുള്ളവരാണ് CPM-ന്റെ ഔദ്യോഗിക പാനലിൽ ജനറൽ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. ഇവർക്കെതിരെയാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ 2 റിബൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. നേരത്തെ CPM, CPI, ജനതാദൾ ഡയറക്ടർമാർ തമ്മിൽ വലിയ തർക്കം നിലനിന്നിരുന്ന ബാങ്കാണ് പേരകം സർവീസ് സഹകരണ ബാങ്ക്. ഒരു സമയത്ത് ഈ തർക്കം അതിന്റെ മൂർധന്യത്തിലെത്തുകയും ജനതാദൾ പ്രതിനിധിയായിരുന്ന ലാസർ പേരകത്തിന്റെ വീടിന് നേരെ കല്ലേറ് നടക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കൂടാതെ ബാങ്കിനെതിരെ പരാതിയുമായി ഘടകകക്ഷി ഡയറക്ടർമാർ തന്നെ അധികാര കേന്ദ്രങ്ങളെ സമീപിക്കുകയും മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകൾ വരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ CPM ലോക്കൽ നേതൃത്വം ഇടപെട്ട് നേരത്തെ 2 സീറ്റുണ്ടായിരുന്ന ജനതാദളിന് ഇത്തവണ അത് 1 സീറ്റായി വെട്ടിക്കുറച്ചു. അതേസമയം തർക്കങ്ങൾ ഭരണ നേതൃത്വത്തിൽ പലതവണ ഉണ്ടാകുമ്പോഴും വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടാതെ കോടികളുടെ നിക്ഷേപവും മെയിൻ ബ്രാഞ്ച് അടക്കം 3 ബ്രാഞ്ചുകളും ഒരു മെഡിക്കൽ സ്റ്റോറും ഉൾപ്പെടെ 100 വർഷത്തിലധികമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മേഖലയിലെ ബാങ്കാണ് പേരകം സർവീസ് സഹകരണ ബാങ്ക്. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക ലക്ഷ്യമിട്ട ഇത്തവണ എല്ലാ പാർട്ടികളുടെയും മുൻ ഡയറക്ടർമാരെ മാറ്റി പുതുമുഖങ്ങൾക്കാണ് LDF അവസരം നൽകിയത്. അതുവഴി ബാങ്കിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുകയായിരുന്നു CPM ലക്ഷ്യം. എന്നാൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെ CPM നീക്കം പാളുകയായിരുന്നു. വിഷയം പരിഹരിക്കാൻ CPM ലോക്കൽ ഏരിയ ജില്ലാ നേതൃത്വങ്ങൾ ഇടപെട്ടിട്ടും ഇയാൾ വഴങ്ങാൻ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. പൗരസമിതിയുടെ പേരിൽ നോട്ടീസ് അടിച്ച പാർട്ടിയെ വെല്ലുവിളിച്ച വലിയ പ്രചാരണവും വിമതർ തുടങ്ങിക്കഴിഞ്ഞു. MK കണ്ണൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളിൽ വ്യക്തിപരമായി വലിയ ബന്ധമുള്ള ആളായതിനാൽ കൈച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിലാണ് CPM പ്രാദേശിക നേതൃത്വം. ഈ 20-ാം തീയതിയാണ് ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.